ഇങ്ങനെ നിൽക്കുന്ന ഇത് തുറന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഈ സൈസ് അല്ല ഇത് ഞാനപ്പോൾ മതി. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവെ, ജീവിക്കുന്നവന പ്രയത്നി നൽകണമേ മൃതനായുസ്സും. സമുദ്രാനദിക്കും കർത്താവെ നിസ്സൗഹൃദവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. നാട്ടിൽ ചേർക്കണം. വായിച്ചു കളുകയും ചെയ്യുമാറാകട്ടെ. മകനെ സഹായിക്കുന്ന ജീവിതമണ്ഡലത്തിലെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. യാത്രയായിരിക്കാം നമുക്കറിയാം. വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നടത്താൻ എടുത്തു കൊടുത്തു. ഇത് പ്രസിദ്ധമായപ്പോൾ പ്രാർത്ഥനാപൂർവം ഈ നടത്തെ വ്യക്തിയാണ്. എനിക്ക് ഞങ്ങളുടെ സംസാരിക്കുകയും പ്രധാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മാവിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ഒരവസ്ഥയാണ് അത് നടന്നു പോകുന്നത്. സംതൃപ്തമായ പ്രത്യേക വർഷം ജീവിച്ചിരുന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ സൗഭാഗ്യങ്ങളും അവരുടെ ഉയർച്ചയുമെല്ലാം കാണുകയും ആസ്വദിക്കുകയും ഇവരാണ് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചി ജീവിച്ചിട്ടുള്ള കാര്യത്തിലെ യാതൊരു സംശയവുമില്ല. ഈ വിക്രമങ്ങൾ തുറന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് എനിക്ക് വായിച്ചുകൊണ്ടിരുന്ന നൊവേന പുസ്തകം തന്നെ കൃത്യഹൃദയത്തിന്റെ വണക്കമാസ പ്രാർത്ഥനാ പുസ്തകം കൊണ്ട്
കാണിക്കുകയുണ്ടായി. നമ്മുടെ മലയാളപ്പെടുത്തുകൾ ഒന്ന് നേരത്തെ വർഷത്തെ പ്രാർത്ഥന ജോലി മലയാളപ്പെടുത്തിയത് രണ്ട് ഈ തിരുവനന്തപുരത്തിന് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസത്തിന് വചനങ്ങളുമൊക്കെ അതും മലയാളപ്പെടുത്തി ഇങ്ങനെ എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് ഈ ആത്മാവിന്റെ കാര്യത്തിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ദർശന ജീവിതത്തെയാണ് കാത്തു സൂക്ഷിച്ചെന്നുള്ള സൂചനകളാണ് ഇതെല്ലാം. ഞാൻ ഒരിക്കലും സംസാരിക്കാൻ കൊടുക്കാൻ വന്ന് നമുക്ക് എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് പിന്നീട് പ്രാർത്ഥനയോട് വന്നപ്പോഴൊക്കെ ഇത്ര സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ എഴുതുന്നത് ഞാൻ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അപ്രകാരം സംതൃപ്തമായ വാർത്തത്വം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തെ പറ്റി യാതൊരു സംശയമില്ല. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് വളരെ സംതൃപ്തിയോടുകൂടിയാണ് നമ്മൾ ജീവിച്ചിരുന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്രകാരം ഒരു അമ്മ സംതൃപ്തിയോടുകൂടി ജീവിച്ച് കടന്നു പോകുമ്പോഴത്തേക്ക് അതിന്റെ ഏറ്റവും കൂടുതൽ മക്കൾക്കാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട ജോർജ് സാറ് അതുപോലെ ചേച്ചിയും മക്കളും ഒക്കെ എത്രയോ കാര്യമായിട്ടാണ് എന്നെ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംതൃപ്തമായ ജീവിതം ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ പറഞ്ഞ ആ സമയം കുറഞ്ഞ തന്നെ ജോലി സാറിനെ കാണാൻ വേണ്ടി വന്നു. കുട്ടികളെ പോലെ അമ്മ ഗ്രാമത്തിൽ പോയി അമ്മ കടന്നുപോയി എന്ന് പല സങ്കടപ്പെട്ട് പറഞ്ഞതൊരു എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടില് പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സാധനം എത്തിക്കുകയും അതുപോലെ സിസ്റ്റർ ഗ്രേസിക്കും എല്ലാവർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഞാൻ ഇടപെടൽ കൂട്ടായ്മയുടെ പേരിൽ ഇവിടെ കുടിക്കുന്ന വൈദികരുടെയും സിസ്റ്റേഴ്സ് എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. പൊതുവകയ സന്യാസിനി സമൂഹത്തിന്റെ വിവിധ പ്രാർത്ഥനയും കൂട്ടും കൂട്ടായ്മയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞ സമയം അവരുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി ശുശ്രൂഷ കുറച്ച് വീണ്ടും പുറത്ത് സൗഖ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴും അതിനായിട്ടുള്ള ബന്ധം ആഘോഷിക്കാനും അമ്മ സിസ്റ്റേഴ്സിനോടുള്ള കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇന്നും നാളെയും നാളെ അല്പം പ്രയാസവും വേദനയും ഒക്കെ ഉണ്ടാവും. ഈ അമ്മ കടന്നു പോകുന്നതിന്റെ എത്ര വയ്യാത്ത ആളാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ അമ്മയെ സ്നേഹിച്ചതും അമ്മ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് വരും നാളുകൾ നിങ്ങൾക്ക് ആനന്ദത്തിന്റെ ദിവസമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്പുരാന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും തമ്പുരാൻ നന്ദി പറയുവാനും എനിക്ക് അമ്മയുടെ കൂടെ അമ്മയുടെ മകനായി മകളായി ജീവിക്കാൻ സാധിച്ചു എന്നുള്ള നല്ല ഓർമ്മകൾ അമ്മ പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങൾ ഇതൊക്കെ വളർത്തുമ്പോൾ ജീവിതത്തിൽ പിന്നീട് വരുന്ന നാളുകൾ ആനന്ദത്തിന്റെ ദിവസമായിരിക്കും. അമ്മയെ പറ്റി ദൈവം നൽകുന്ന വലിയൊരു സമ്മാനമാണ് നമുക്ക്. നമ്മുടെ പ്രിയപ്പെട്ട വേർതിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്രകാരം ദൈവം ഒരു കഥയായി നമുക്ക് നൽകുന്ന ഒരു കാര്യമുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട വ്യവസായങ്ങളോടും കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളെല്ലാം എനിക്ക് പറയാനുള്ളത് ദൈവം കാരുണ്യവാനാണ്. കരുണയോടുകൂടി അമ്മയോട് കരുണയോടുകൂടി പ്രവർത്തിക്കുകയും അമ്മയുടെ ജീവിതത്തിൽ ജീവിതവും പറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് തീർച്ചയായിട്ടും തെറ്റുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ മനുഷ്യ പ്രകൃതി. പക്ഷേ ഈശോയുടെ ആളുകളിലെ ആ തിരുരക്തം മനുഷ്യന്റെ എല്ലാ പാവങ്ങളും കഴിയുവാൻ തക്കവണ്ണം യോഗ്യമായ കാര്യത്തോളാണ് വിശ്വസിക്കുന്നതാണ് യാതൊരു. അപ്പോൾ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് സ്വകീയ സൗഭാഗ്യം കൊടുക്കും. നിത്യ സൗഭാഗ്യം കൊടുക്കുകയും ഒരു കാലം 19 വയസ്സ് അമ്മ ആ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നത് ഈ നിത്യകിരണം നേടുവാൻ വേണ്ടിയിട്ടാണ്. കാരണം കവാടത്തോടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിത്യജീവന്റെ കിരീടം പ്രിയപ്പെട്ട അമ്മയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ താമസിക്കാൻ സാധിച്ചത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചത് നമ്മളാണ് നന്ദി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തോട്ട് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ സ്വകീയ നമ്മൾ അവരാന്റെ കാരണത്തിൽ നിന്ന് വാങ്ങിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുനാളിന്റെ അന്ന് തന്നെ യാത്രയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ. അപ്പോൾ ആ അത്ര ദീർഘവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധവും സ്നേഹവും ഒക്കെ നമുക്ക് കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന തന്നോട് സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന ആത്മാക്കളോട് ഈശോ കാണിക്കുന്ന കരുണയും കാരുണ്യവും കരുതലും എത്ര വലുതാണെന്ന് അമ്മയുടെ ജീവിതത്തിലും മരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അമ്മയുടെ മരണത്തെ ആരും പൊക്കിക്കേണ്ടതില്ല.
അവരുടെ കരങ്ങളിലേക്കാണ് അവർ സമർപ്പിക്കുന്നത്. മരിച്ചുപോയി എന്നല്ല പറയുന്നത്, മറിച്ച് അമ്മ സ്വർഗത്തിലേക്ക് പോയിരിക്കും, ഈശോ സ്വർഗത്തിലേക്ക് കൂടിക്കൊണ്ട് പോയിരിക്കും എന്ന് മറിച്ച് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മയോട്. അതേസമയം മാനുഷ്യമായ കുറവുകളുള്ളപ്പോൾ വിളിച്ചു വരുന്നല്ലേ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മുടെ ഉപവാസങ്ങൾ കൊണ്ട്, നമ്മുടെ ദാനകർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പരിചയ പ്രവർത്തികൾ കൊണ്ട് ഈ അമ്മയെ ഇനിയും നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ സഹായത്തിൽ അമ്മയോടൊപ്പം നമുക്ക് ആയിരിക്കാം. അവനായ ദൈവം മുഴുവൻ ആളുകളെയും സ്ഥാനോടും ശേഷിയോടും മക്കളോടും കൊച്ചുമക്കളോടും മറ്റ് സഹോദരങ്ങളോടും സഹോദരങ്ങളോടും എല്ലാവരും സിസ്റ്ററോടും ഒക്കെയുള്ള അനുശോചനവും പ്രാർത്ഥനയും ഇരിക്കുന്നവരുടെയും എല്ലാവരുടെ അവകാശബോധത്തിന്റെയും നല്ലവരായ നാട്ടുകാരുടെയും ഒക്കെ പേരിൽ പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ കൂടെ 3 വൈദികർ നമ്മുടെ പത്രത്തിലുണ്ട്. ബഹുമാനപ്പെട്ട മാങ്ങോളത്തെ വികാരിച്ച് അനുഭവിക്കുന്ന ദൈവമേയുടെ ആസ്വദിക്കണമേ, ജലത്തിൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബഹുമാനത്തിലും ഞങ്ങളുടെ പാവനത്തെ ചന്ദ്രത്തിൽ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽപ്പടിക്കുന്നതിനുമാകുന്നു, വൈകിലെ പുഷ്പപോലെ അത് സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും ഉണ്ടായിരിക്കും. സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ
ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം നീക്കുവാനേ ആത്മാവിനെ ഘോഷിക്കുകയും മധ്യബോധാസകളാൽ എന്റെ ആത്മാവിനെ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാരമ്പര്യമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് ഘോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷേകവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന് രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവമുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും.
അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവരണം നീ പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാൻ ആദ്യം മുതലേക്കും ആമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളവും പോലെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു. പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർത്തുന്ന മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച ശുഭോദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു. പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് വാക്കുകൊള്ളുക. മറ്റുള്ള രണ്ട് നേരനായിട്ടുള്ള അതുപോലെയാണ് കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നല്ലവരത്തു വലംഭാഗേ. ആകാശവും ഈ ഭൂതലവും താമരമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ ബുധനായസ്സും. കർത്താവേ, നിൻ സോണിതവും ദിവ്യശരീരവുമരിവോടെ ഉൾക്കൊണ്ടവരാമിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എന്നോട് നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹായിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശാലി പരിശുദ്ധൻ 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 നിന്റെ ഞങ്ങൾ കേൾക്കണമേ. സ്വാമിനിക്ക് വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്തുതിക്കുവാനേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. വിദ്യാഭ്യാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവനെ മരണത്തിലെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സംഗീതം നിന്നെ വിളിക്കുന്നു. ഭക്തമറിയവൻ ഭഗവദ്ഗതിയോടെ നിർമ്മലചരിതകളാം സാറായേലിസ്വാം മർത്തയോടും കൂടെ കടസിയിലും കാലം നിതരാഗരിവാദരുളട്ടെ കർത്താവഹിനേശൻ.
വന്നിടുവിൻ വരും കാലം വരുമല്ലോ മരണമുഴക്കം ജീവദായകമായ ശബ്ദമഗ്നിയുമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും എന്റെ വലത് ഭാഗത്തെത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രധാന പ്രദേശത്ത് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരുടെ വിശുദ്ധയോടും കൂടി ഉത്കൃഷ്ടമായ മഹിമമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മഴ പോയി. ഞാനിപ്പോ കണിച്ചാറ് മൂന്നാല് പരിപാടി ശരി.
ഇതിങ്ങനെ കിട്ടുന്ന നമുക്ക് തുറന്നിട്ട് തളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്നിട്ടാൽ ഈ സൈസ് അല്ല ഇത് മറ്റേ കൂട്ടം ഞങ്ങൾക്കുള്ള മതി ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവെ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും കർത്താവെ നിസ്വമിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിസ്സുതരെ നിത്യവരും ചേർക്കണമേ നാട്ടിൽ ചേർക്കണം പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനെ സഹായിക്കുന്ന ജീവിതം മരണത്തിലെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. നമുക്കറിയാം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നടത്താൻ എടുത്തു കൊടുത്തു. സമയമായപ്പോൾ പ്രാർത്ഥനാപൂർവം ഈ നാളത്തെ വ്യക്തിയാണ്. എനിക്ക് ഞാനിവിടെ വന്ന് സംസാരിക്കുകയും പ്രധാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മാവിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ഒരവസ്ഥയാണ് അത് നടന്ന് പോകുന്നത്. സംതൃപ്തമായ 10 വർഷം ജീവിച്ചിരുന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ സൗഭാഗ്യങ്ങളും അവരുടെ വീഴ്ചയും എല്ലാം കാണുകയും ആസ്വദിക്കുകയും ഇവരാണ് നന്ദി പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും ജീവിച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിക്രമങ്ങൾ തുറന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് എനിക്ക് വായിച്ചുകൊണ്ടിരുന്ന നൊവേന പുസ്തകം ക്രിസ്തുഹൃദയത്തിന്റെ വണക്കമാസ പ്രാർത്ഥനാ പുസ്തകം കൊണ്ട് കാണിക്കുകയുണ്ടായി. തന്റെ അടയാളപ്പെടുത്തലുകൾ ഒന്ന് നേരത്തെ ദിവസത്തെ പ്രാർത്ഥന ജോലിയിൽ അടയാളപ്പെടുത്തിയത്, 2 ഈ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസത്തിന്റെ വചനങ്ങളൊക്കെ അതും അടയാളപ്പെടുത്തി ഇങ്ങനെ എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് ഈ ആത്മാവിന്റെ കാര്യത്തിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ദർശന ജീവിതത്തെ അലക്ഷ്യ കാത്തു സൂക്ഷിച്ചെന്നുള്ള സൂചനകളാണ് ഇതെല്ലാം. ഞാൻ ഈശോടെ സംസാരിക്കാൻ കൊടുക്കാൻ വന്നത് നമുക്ക് എത്രയോ ശ്രദ്ധയോടുകൂടിയാണ്. പിന്നീട് പ്രാർത്ഥനയോട് വന്നപ്പോഴൊക്കെ
അത്ര സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ എഴുതിയിരുന്നത് ഞാൻ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരോട് കൂടെ ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സംതൃപ്തമായ വാർത്തത്വം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയമില്ല. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സംതൃപ്തിയോടുകൂടിയാണ് നമ്മൾ ജീവിച്ചിരുന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്രകാരം ഒരു അമ്മ സംതൃപ്തിയോടുകൂടി ജീവിച്ച് കടന്നു പോകുമ്പോഴത്തേക്ക് അത് ഏറ്റെടുത്ത് മുഴുവന് മക്കൾക്കാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട ജോർജ് സാറ് അതുപോലെ ചേച്ചിയും മക്കളും ഒക്കെ എത്രയോ കാര്യമായിട്ടാണ് എന്നെ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംതൃപ്തമായ ജീവിതം ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ പറഞ്ഞ ആ സമയം കുറഞ്ഞ തന്നെ ജോർജ് സാറിനെ കാണാൻ വേണ്ടി വന്നു. സൂര്യകളെ പോലെ അമ്മ ഗ്രാമത്തിൽ പോയി അമ്മ കടന്നുപോയി എന്ന് പല സങ്കടപ്പെട്ട് പറഞ്ഞതൊരു തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടില് പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ഥാനം ഇതോടെ എത്തിക്കുകയും അതുപോലെ സിസ്റ്റർ ഗ്രേസിക്കും എല്ലാവർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഞാൻ ഇടവക കൂട്ടായ്മയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെയും സിസ്റ്റേഴ്സ് എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. പൊതുവകയ സന്യാസിനി സമൂഹത്തിന്റെ വിവിധ പ്രാർത്ഥനയും കൂട്ടും കൂട്ടായ്മയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞ സമയം വളരെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി ശുശ്രൂഷ കുറച്ച് വീണ്ടും പുറത്ത് സൗഖ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴും നാട്ടിൽ തന്നെ വർദ്ധിപ്പിക്കാനും അമ്മ സിസ്റ്റേഴ്സിനോടുള്ള കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇന്നും നാളെയും അല്പം പ്രയാസവും വേദനയും ഒക്കെ ഉണ്ടാവും. ഈ അമ്മ കടന്നു പോകുന്നതിന്റെ എത്ര വയ്യാത്ത ആളാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ അമ്മയെ സ്നേഹിച്ചതുകൊണ്ട് അമ്മ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് വരും നാളുകളിൽ നിങ്ങൾക്ക് ആനന്ദത്തിന്റെ ദിവസമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്പുരാന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും തമ്പുരാൻ നന്ദി പറയുവാനും എനിക്ക് അമ്മയുടെ കൂടെ അമ്മയുടെ മകനായി മകളായി ജീവിക്കാൻ സാധിച്ചു എന്നുള്ള നല്ല ഓർമ്മകൾ അമ്മ പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്ത നല്ല കാര്യങ്ങൾ ഇതൊക്കെ വളർത്തുമ്പോൾ ജീവിതത്തിൽ പിന്നീട് വരുന്ന നാളുകൾ ആനന്ദത്തിന്റെ ദിവസമായിരിക്കും. അമ്മയെ പ്രതി ദൈവം നൽകുന്ന വലിയൊരു സമ്മാനമാണ് നമുക്ക്. നമ്മുടെ പ്രിയപ്പെട്ട വേർതിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്രകാരം ദൈവം കൃപയായി നമുക്ക് നൽകുന്ന ഒരു കാര്യമുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദിവസങ്ങളോടും കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളെല്ലാം എനിക്ക് പറയാനുള്ളത് ദൈവം കാരുണ്യവാനാണ്. കരുണയോടുകൂടി അമ്മയോട് കരുണയോടുകൂടി പ്രവർത്തിക്കുകയും അമ്മയുടെ ജീവിതത്തിലൊക്കെ ജീവിതം ണ്ടെങ്കിൽ മനുഷ്യർക്ക് തീർച്ചയായിട്ടും തെറ്റുകളും കുറ്റങ്ങളും എല്ലാവർക്കും ഉണ്ട്. അതാണ് മനുഷ്യ പ്രകൃതി. പക്ഷേ ഈശോയുടെ കാൽവരിയിലെ തിരുരക്തം മനുഷ്യന്റെ എല്ലാ പാവങ്ങളും കഴിയുവാൻ തക്കവണ്ണം യോഗ്യமான കാര്യത്തോടാണ് വിശ്വസിക്കുന്നതാണ് യാതൊരു. അപ്പോൾ തിരക്കൊട്ടാൽ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗീയ സൗഭാഗ്യം കൊടുക്കും. നിത്യ സൗഭാഗ്യം കൊടുക്കുകയും ഒരു കാലം 17 വയസ്സ് അമ്മ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നത് ഈ നിത്യകിരണം നേടുവാൻ വേണ്ടിയിട്ടാണ്. ഈ കവാടത്തോടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിത്യജീവന്റെ കിരീടം പ്രിയപ്പെട്ട അമ്മയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ താമസിക്കാൻ സാധിച്ചത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചത് നമ്മളാണ് നന്ദി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തോട്ടിലിരുന്ന് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ സ്വർഗീയ നമ്മകൾ അവരാന്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെരുന്നാളിന്റെ അന്ന് തന്നെ യാത്രയാകാൻ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പോൾ ആ അത്ര തീവ്രതയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധവും സ്നേഹവും ഒക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന തന്നോട് സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആത്മാക്കളോട് ഈശോ കാണിക്കുന്ന കരുണയും കാരുണ്യവും കരുതലും എത്ര വലുതാണെന്ന് അമ്മയുടെ ജീവിതത്തിലും മരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സമയത്ത് മരണത്തിൽ ആരും പൊക്കിക്കേണ്ടതില്ല. അവരുടെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്. മരിച്ചുപോയി എന്നല്ല പറയുന്നത്. മറിച്ച് അമ്മ സ്വർഗത്തിലേക്ക് പോയിരിക്കും. ഈശോ സ്വർഗത്തിലേക്ക് കൂടിക്കൊണ്ട് പോയിരിക്കും എന്ന് മറിച്ച് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മയോട്. അതേസമയം മാനുഷ്യമായ കുറവുകൾ ഉണ്ടാകും തീർച്ചയായും മനുഷ്യനല്ലേ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ഉപവാസങ്ങൾ കൊണ്ട് നമ്മുടെ ദാനകർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ പരിചയ പ്രവർത്തികൾ കൊണ്ട് ഈ അമ്മയെ ഇനി നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടായ്മ അമ്മയോടൊപ്പം നമുക്ക് ആയിരിക്കാം.
അവനായ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ദേവസ്ഥാനോടും ദേവനശേഷിയോടും മക്കളോടും കൊച്ചുമക്കളോടും മറ്റ് സഹോദരങ്ങളോടും സഹോദരങ്ങളോടും എല്ലാവരും സിസ്റ്ററോടും ഒക്കെയുള്ള അനുശോചനവും പ്രാർത്ഥനയും ദീർഘപൂജയായി ഇവിടെ ഇരിക്കുന്നവരുടെയും എല്ലാവരുടെ അവകാശമോഹത്തിന്റെയും നല്ലവരായ നാട്ടുകാരുടെയും ഒക്കെ പേരിൽ പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ കൂടെ 3 വഴിയിൽ നമ്മുടെ പദ്ധതിയിലുണ്ട്. ബഹുമാനപ്പെട്ട മാങ്ങോളത്തെ വികാരിച്ച് അനുഭവിക്കുന്ന ദൈവമേഖല ആസ്വദിക്കുന്ന മേഖലത്തെ നിങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബഹുമാനത്തിലും ഞങ്ങളുടെ പാവനത്തെ ചന്ദ്രത്തിൽ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽപ്പടിക്കുന്നതിലുമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും ഉണ്ടായിരിക്കും. സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാഴവരോടെ ചിരകാലം ആനന്ദത്തോട് വാഴിടുവാൻ ദാസന് വരമെന്നരുളേണം. ശരണം
തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. സ്വീകരിക്കുന്നു പരിശുദ്ധന്മാരണിയണിയാൻ എതിരേൽപ്പിന്നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം നീക്കുവാനേ ഒന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാം മത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ.
ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവനെ നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഒന്നര ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചളയിൽ നിലവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. ജീവനമേതും ഞാനാകുന്നു കരുയൊരു ദൈവം കരുണയുടന്തികമാർന്ന ഗിരീശൻ ശാന്തി പൊഴിഞ്ഞു. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ ആനന്ദത്തിലേക്ക് ദൈവം ഈ പ്രിയപ്പെട്ട അമ്മയെ പ്രവേശിപ്പിക്കുന്നതാകട്ടെ. ഈശോയുടെ സ്നേഹപ്രിയപ്പെട്ടവരെ, സംസ്കാര ശുശ്രൂഷയുടെ ഭവനത്തിലെ കർമ്മങ്ങളുടെ പൂർത്തീകരിക്കുകയാണ്. പോകുന്ന മഴയാണെങ്കിൽ വാഹനങ്ങൾ നാളെ നടത്തിയിട്ടൊക്കെ ഞായറാഴ്ച കഴിയിരിക്കുക. അമ്മച്ചിയുടെ പള്ളിയുടെ മാപ്പിളത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട സാധിക്കുകയാണ്. എന്റെ സഹോദരനെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നത് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരമാനന്ദം മുകളിടത്ത് ശാശ്വത ഭാഗ്യം Thank you.
അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രതിരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും വരുവിടാൻ അവൻ സത്വത്തിപ്പോൾ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടൻ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവർ അവസാനം
വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചതിനെ കൈവച്ചു ധൂളിയിൽ നിന്നും ജന്മമെടുക്കേകി നിന്നെ നമിക്കുവാൻ നൽകണം പോലെ. നീതിമാന്മാർക്കാസ്വദിച്ചു മേഘത്തീരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധന്റെ പ്രകാശം ഉദിച്ചു കനകപ്രഭയിൽ കബറിടമൊഴിച്ചിടും അതിലുള്ളവരോ നാഥിനു പുകഴ്പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയിൽ അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താവിനും കേൾക്കും സ്തുതിയും ബഹുമാനവും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലേക്കും ഈശോനാഥ മരണവുയർത്തി കൈകൾ ആത്മാവിനെ പോഷിപ്പിക്കുകയും മധ്യബോധാസുകളാൽ എന്റെ ആത്മാവിനെ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാരമ്പര്യമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു.
വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് എന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കവരുടെ നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവരണം നീ പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാൻ ആദ്യം മുതൽ നയിക്കും ആമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളവും പോലെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, കൊടിയിലേക്ക് തന്നെ മടങ്ങുന്നരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർത്തുന്ന മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധോദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, കൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് വാക്കുകൊള്ളുക. മറ്റുള്ള രണ്ട് നേരമായിട്ടുള്ള കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നല്ല വലമ്പാകേ. ആകാശവും ഈ ഭൂതലവും താമരമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ ബുധനായസ്സും. കർത്താവേ, നിൻ സോണിതവും ദിവ്യശരീരമരിവോടെ ഉൾക്കൊണ്ടവരാമിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എന്നോട് നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹായിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശാലി പരിശുദ്ധൻ, 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 നിന്റെ ഭയങ്ങൾ കേൾക്കണമേ. സ്വാമിനിക്ക് പ്രതികൃതവും വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിന്റെ സ്ഥിതിക്കുവാനേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ,
നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവനെ മരണത്തിലെ നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സംഗീതം ചിന്തി വിളിക്കുന്നു മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാകൃതിയോടെ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും എന്റെ വലത് ഭാഗത്തെത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും ശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടി പ്രകൃഷ്ടമായവർക്കും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മഴ പോയി.
ഞാനിപ്പോ കണിച്ചാറ് മൂന്നാല് പരിപാടി ശരി ആ